നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പി ഇത്തവണ രക്ഷപ്പെടാനുള്ള സാധ്യത നന്നേ വിരളം. മോദി ഇന്ത്യ ഭരിക്കാൻ മൂന്നാം ഊഴം വരികയുമില്ല. 400 സീറ്റുകളെന്ന അമിത ആവേശമൊന്നും ഇപ്പോൾ ബി.ജെ.പിക്കില്ല. അമിത്ഷാ 400 സീറ്റെന്ന അവകാശവാദം രണ്ടാഴ്ചയ്ക്ക് മുമ്പേ വിഴുങ്ങിക്കളഞ്ഞു. ഏറിയാൽ ബി.ജെ.പിക്ക് 200 സീറ്റുകൾ കിട്ടുമെന്നതാണ് സാഹചര്യം. ബി.ജെ.പിയുടെ സഖ്യകക്ഷികൾക്ക് 25 സീറ്റുകളെ കിട്ടൂ എന്നതാണ് മറ്റൊരു സ്ഥിതിവിശേഷം. അത്തരത്തിൽ 225 സീറ്റുകളിൽ മാത്രം വിജയിച്ച് എൻ.ഡി.എ മുന്നണി ഇത്തവണ ഭരണത്തിൽ നിന്ന് പുറത്താകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം അപ്രതീക്ഷിതമായ നടുക്കം ബി.ജെ.പിയിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ബി.ജെ.പി അമിത പ്രതീക്ഷ വെച്ച ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടായില്ല. ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ബി.ജെ.പിക്ക് പരമാവധി നേടാനാവുക 150 സീറ്റുകൾ മാത്രം. അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ ഇലക്ഷന്റെ ഓരോ ഘട്ടത്തിലും വർദ്ധിച്ചു വരികയാണ്. തെക്കേ ഇന്ത്യയിൽ ആന്ധ്ര ഒഴികെ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി സീറ്റുകൾ തൂത്തുവാരുമെന്ന് തീർച്ചയാണ്. കർണാടകത്തിലും തെലങ്കാനയിലും കേരളത്തിൽ നിന്നും മാത്രം കോൺഗ്രസിന്റെ 50 സീറ്റുകളിൽ കുറയാത്ത നേട്ടം തീർച്ചയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കുറഞ്ഞത് 50 സീറ്റുകൾ കൂടി നേടിയേക്കാം. കോൺഗ്രസ് 110 സീറ്റുകളിൽ വിജയിക്കുമെന്ന് വിലയിരുത്തുന്ന നിരീക്ഷകർ പലരാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നായി കോൺഗ്രസ് 100-ൽ കുറയാത്ത സീറ്റുകളിൽ വിജയിക്കുന്ന സാഹചര്യം ബി.ജെ.പി മനസ്സിലാക്കിയിരിക്കുന്നു. കന്യാകുമാരിയിലല്ല, കാശ്മീരിൽ പോയി ധ്യാനമിരുന്നാലും നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന നിലയിലേക്കാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒന്നു മാത്രമാണ്: എങ്ങനെയും ഇന്ത്യ മുന്നണിയെ പിളർത്തുക എന്നതാണ് ആ ലക്ഷ്യം. അഖിലേഷ് യാദവിന് ഉപപ്രധാനമന്ത്രി നൽകുന്നതുൾപ്പെടെ തന്ത്രങ്ങൾ ബി.ജെ.പി ആവിഷ്കരിച്ചേക്കാം. അത്തരത്തിൽ ഘടകകക്ഷി നേതാക്കൾക്ക് പദവികളും പണവും നൽകി ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളെ പിളർത്തി ദുർബലമാക്കുക എന്നതാണ് ബി.ജെ.പിയുടെ തന്ത്രപരമായ അടുത്ത നീക്കം. കോൺഗ്രസിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ ജയിക്കുന്ന എംപിമാരെ എങ്ങനെയും ചാക്കിട്ട് പിടിക്കുക എന്ന തന്ത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ബി.ജെ.പി ആവിഷ്കരിക്കാൻ പോകുന്നത്. ബി.ജെ.പി വലിയ പ്രതീക്ഷ വെച്ച ഹരിയാന, പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങളിൽ ആം ആദ്മിയും കോൺഗ്രസുമായിരിക്കും ഇത്തവണ നേട്ടമുണ്ടാക്കുക. ഛത്തീസ്ഗഡിലും പ്രതീക്ഷിക്കാത്ത വിജയം കോൺഗ്രസിന് കിട്ടുന്ന സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കുമെന്ന് തീർച്ചയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിലും ആസാമിലും കർണാടകത്തിലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ബി.ജെ.പിക്ക് കിട്ടിയത്. ഇത്തവണ പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 30-ലേറെ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നിരിക്കെ അവിടെ സ്ഥിതിവിശേഷം ആകെ മാറിമറിയും. ആസാമിൽ ഇന്ത്യ മുന്നണി ബി.ജെ.പിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മഹാരാഷ്ട്രയിൽ എൻ.സി.പിയെയും ശിവസേനയും പിളർത്തി ദുർബലമാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പ് ബി.ജെ.പിക്കും എൻ.ഡി.എ മുന്നണിക്കും വലിയ പ്രതീക്ഷ ഇപ്പോഴില്ല. കോൺഗ്രസും എൻ.സി.പിയും ശിവസേനയും ഉൾപ്പെടുന്ന ടീം 20ഓളം സീറ്റുകൾ പിടിച്ചാൽ അവിടെയും ബി.ജെ.പി തകർന്നു തരിപ്പണമാകും. തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും ബി.ജെ.പിക്ക് കിട്ടില്ലെന്ന് തീർച്ചയാണ്. ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വരുന്ന സാഹചര്യത്തെയാണ് ബി.ജെ.പി ഉറ്റുനോക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യത്തെ സഖ്യകക്ഷികൾ എത്രത്തോളം ഉൾക്കൊള്ളുമെന്നും വ്യക്തമല്ല. മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അഖിലേഷ് യാദവും ഉൾപ്പെടെ നിരവധി പേർ പ്രധാനമന്ത്രി പദം മോഹിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇന്ത്യ മുന്നണിക്ക് ഏറെക്കാലം ആയുസ്സുണ്ടാവില്ലെന്ന് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.